അടുത്ത ചോദ്യം. ഇപ്പോൾ വാട്സപ്പിലൊക്കെ മിക്ക വാട്സപ്പിലുള്ളൊരു വിഷയമാണ് സ്റ്റിക്കർ എന്നത്. അതായത് നേരത്തെ തന്നെ ഓൾറെഡി എല്ലാം സേവ് ചെയ്ത് വെച്ചൊരു വിഷയം. അതിനൊന്ന് ക്ലിക്ക് ചെയ്താൽ മാഷാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ്, ബാറക്കല്ലാഹ്, തബാറക്കല്ലാഹ്, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, ആമീൻ യാ റബ്ബൽ ആലമീൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പിക്ചർ രൂപത്തിൽ, ചിലപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അള്ളാഹുവിനെ ദ്വാരക്കുന്ന കോലം, അതുപോലെ ലൈക്ക് അടിച്ചുള്ള അല്ലെ, കൈ ഇങ്ങനെ ചൂണ്ടാൻ വിരൽ കാണിച്ചുകൊണ്ട് മാഷാ അള്ളാഹ് എന്ന് പറഞ്ഞ ലൈക്കിൻ്റെ അങ്ങനെ ഒരു പിക്ചർ. അതുപോലെ തന്നെ മറ്റു ചിലതിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഇടയിൽ ചേർത്തുകൊണ്ട് ഭംഗിയായിട്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലേ. ഇങ്ങനെ പലതും സ്റ്റിക്കർ എന്നാണ് പറയുക അല്ലേ. അത് ഇടുന്നതിൻ്റെ വിധി എന്താണെന്നാ ചോദ്യം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വിടുന്നത് അത് അദബ് കേടാണ്. അത് അദബ് കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു അല്ലേ, ചലനശേഷി തന്നു. അള്ളാഹു ഒരു തടസ്സം നമുക്കുണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പോലും നമ്മുടെ കൈക്ക് ശേഷിയില്ലേ? അത്ര ഒരു ടൈപ്പ് ചെയ്യാനുള്ള ശേഷി നമുക്കില്ലേ? ഒരു ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ പോലും നമ്മുടെ കൈക്ക് ചലനശേഷി ഇല്ലേ? മാഷാ അള്ളാഹ് എന്ന് എഴുതാൻ പോലും നമ്മുടെ വിരലിന് പ്രയാസമാണെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് വിരല്? പിന്നെ എന്തിനാ നമുക്ക് ആഫിയത്ത്? പിന്നെ എന്തിനാ നമുക്ക് ആരോഗ്യം? അതിൽ പോലും മടിയന്മാരായി നമ്മൾ അധപ്പതിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അദബ് എന്ന് പറയുന്നത് പ്രതിഫലം കിട്ടണമെങ്കിൽ മാഷാ അള്ളാഹ് എന്ന് വിരൽ കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എഴുതണം. ഇൻഷാ അള്ളാഹ് എന്ന് തന്നെ എഴുതണം. എന്നാൽ മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ. സ്റ്റിക്കർ ഇടുന്നത് ഇന്നത്തോടെ എല്ലാവരും, എല്ലാ മുസ്ലിമീങ്ങളും നിർത്തിവെക്കുന്ന പരിപാടി. സ്റ്റിക്കർ നിങ്ങളുടെ സേവിങ്ങിൽ ഉണ്ടെങ്കിൽ അതിനെ റീമൂവ് ചെയ്യണം. അത് അനുവദനീയമല്ല. മനസ്സിലായല്ലോ. അത് സബഉൽ മൂബിഖാത്തൊന്നും പറയുന്നില്ല, പക്ഷെ അദബ് കേടാണ്. അള്ളാഹു നമുക്ക് കൈക്ക് ചലനശേഷി തന്നില്ലേ? എന്ത് ഒരു അള്ളാഹ് എന്ന് പറയാൻ നമ്മൾ മടിക്കുന്നു, ടൈപ്പ് ചെയ്യാൻ നമ്മൾ മടിക്കുന്നു. അതിനൊന്നും നമ്മൾ എന്താക്കാൻ പാടില്ല, മടി കാട്ടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ്, മാഷാ അള്ളാഹ്, തബാറക്കല്ലാഹ്, വഫഖനല്ലാഹ്, ഇതൊക്കെ നമ്മൾ എന്താക്കണം, കൈകൊണ്ട് തന്നെ ഓരോന്ന് അക്ഷരമായി ടൈപ്പ് ചെയ്യണം. അതിന് പ്രതിഫലമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. അല്ലാതെ സ്റ്റിക്കർ ഇങ്ങോട്ട് കൊടുക്കുക, ആരോ എന്തോ സേവ് ചെയ്ത് വെച്ചൊരു വിഷയം ഇങ്ങനെ സ്റ്റിക്കർ ഇട്ട് കൊടുക്കുക, അത് ഉചിതമല്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു.